ഷൂട്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി നോ സ്കെഡ്യൂൾ അല്ല, ലൈക്ക് ടൈം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്താൽ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആയിരിക്കും തീരെ സെയിം. അപ്പോൾ ഉറക്കം ഭയങ്കര വിഷയമായിരുന്നു. പോരാഞ്ഞ് എനിക്ക് ഞാൻ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കോണ്ടാക്ട് ലെൻസ് അത് 6 hours ഡ്യൂറേഷനേ ഉള്ളൂ. സോ നമ്മളിപ്പോൾ മോർണിംഗ് 5 o'clock വെച്ച് കഴിഞ്ഞാൽ 24 hours വെക്കണ്ടേ. കുറേ കണ്ട് കാണണ്ട ഞങ്ങളുടെ ഇങ്ങനെ ഫ്രണ്ട്സ് കൂടി ഹഗ് യൂസ് ചെയ്യുന്നത് ഞാൻ ആരെ അതൊന്നും എനിക്കറിയില്ല. ഒരു ഐഡിയയുടെ ഒപ്പേറെ ചെന്നു ഇതൊന്നും കാണാൻ വെച്ചത് ഒരു ഐഡിയയുടെ ഒപ്പേറെ ചെയ്യാന്ന്. സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നേ ഉള്ളൂ, ഓടിക്കുന്നൊരു സീൻ. ഇവര് സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് എന്റെ ബാഗിൽ എത്തി കുറച്ചങ്ങോട്ട് പോയാൽ മതി. ക്യാമറ ചേട്ടന്മാരൊക്കെ പേടിച്ചാൽ ഇങ്ങോട്ട് വല്ലതും മാറണമല്ലോ നട. പിന്നെ ആ ഡിസ്റ്റൻസിൽ ഞാനും പേടിച്ച് കൈയെടുക്കും ഇത് ആ രീതിയിൽ പഠിച്ചത്. അതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ഒപ്പിച്ചാണ് സീൻ സെറ്റ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാരും കൂടി കൗണ്ടർ എന്തായാലും പറയണം എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഒരുമിച്ചായിരുന്നു കൂടുതൽ സമയത്തായിരുന്നു. നമ്മള് ഒരു സിനിമയുടെ ടിക്കറ്റ്സ് എടുത്താൽ നിങ്ങൾക്ക് കുറെ സിനിമ കാണാൻ പറ്റും. അതിൻ്റെ ഒരു മിക്സ് ഓഫ് അടിപൊളി ഒരു സംഭവമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വരുന്ന 25-ാം തീയതി തിയേറ്റേഴ്സിൽ വരുന്നത്. റൊണാൾഡോ ചിത്രം തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ സീ ഓൺ തിയേറ്റേഴ്സ്.